ഈജിപ്തിലെ രാജകീയ ശവകുടീരങ്ങളിൽ തമിഴ് ലിപികൾ. പുരാതന തുറമുഖ നഗരങ്ങളിൽ നിന്നും 2000 വർഷം പഴക്കമുള്ള തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങൾ കണ്ടെത്തി എന്ന റിപ്പോർട്ട്. പുരാവസ്തു ഗവേഷകരാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പുരാതന തമിഴ് വ്യാപാരികൾക്ക് ഈജിപ്ഷ്യൻ ഉൾപ്രദേശങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഈ കണ്ടെത്തൽ അടിവരയിടുന്നു. തമിഴ്നാട്ടിലെ കീഴടിയിൽ നടക്കുന്ന ഖനന പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ ഊർജം പകരുന്നതാണ് ഈ വിവരം. ഈജിപ്തിലെ ചെങ്കടൽ തീരത്തുള്ള പുരാതന റോമൻ തുറമുഖമായ ഖുസൈർ അൽ ഖാദിമിൽ നിന്ന് BC 1-ാം നൂറ്റാണ്ടിലേത് എന്ന് കരുതുന്ന തമിഴ് ബ്രാഹ്മി ലിപി രേഖപ്പെടുത്തിയ മൺപാത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു. സത്താംപ്ടൺ സർവകലാശാലയിലെ പ്രൊഫസർ D. പീകോക്ക്, ഡോക്ടർ L. ബ്ലൂ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണിത് കണ്ടെത്തിയത്. ലണ്ടൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ വിദഗ്ധയായ ഡോക്ടർ റോബർട്ട് ടോംബർ ഈ പാത്രം ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രമുഖ എപ്പിഗ്രഫി വിദഗ്ധൻ ഐരാവതം മഹാദേവൻ നടത്തിയ പരിശോധനയിൽ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാണൈ ഉറി, അതായത് കയർവലയിൽ തൂക്കിയിട്ട കലമാണെന്ന് സ്ഥിരീകരിച്ചു. ഈജിപ്തിലെ ചെങ്കടൽ തീരത്ത് റോമൻ ജനവാസ കേന്ദ്രമായിരുന്ന ഒരു പുരാതന തുറമുഖമാണ് ഖുസൈർ അൽ ഖാദിം. ഇവിടെ നിന്ന് തമിഴ് ബ്രാഹ്മി ലിപി ലിഖിതങ്ങളുള്ള ഒരു തകർന്ന സംഭരണി കണ്ടെത്തിയത്. ഈ തമിഴ് ബ്രാഹ്മി ലിപി BC 1-ാം നൂറ്റാണ്ടിലേതാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈജിപ്തിലെ ഖുസൈർ അൽ ഖാദിമിൽ അടുത്ത കാലത്ത് ഖനനം ആരംഭിച്ച UK സത്താംപ്ടൺ സർവകലാശാലയിലെ പ്രൊഫസർ D. പീകോക്ക്, ഡോക്ടർ L. ബ്ലൂ എന്നിവരടങ്ങുന്ന പുരാവസ്തു സംഘമാണ് ഇത്തരത്തിലുള്ള ഒരു തകർന്ന മൺപാത്രം കണ്ടെത്തിയത്. ഡോക്ടർ റോബർട്ട് ടോമറാണ് ഈ മൺപാത്രം ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്ന് മനസ്സിലാക്കിയത്. ഐരാവതം മഹാദേവൻ പറയുന്നതനുസരിച്ച് ലിഖിതം വളരെ വ്യക്തവും വായിക്കാവുന്നതുമാണ്. അതിൽ പാണൈ ഒറി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കയർ വലയിൽ തൂക്കിയിട്ടിരിക്കുന്ന കലം എന്നാണ് അർത്ഥം. കലങ്ങൾ തൂക്കിയിടുന്നതിനുള്ള കയർ ശൃംഖല എന്നർത്ഥം വരുന്ന ഉറി എന്ന തമിഴ് പദത്തിന് കേന്ദ്ര ദ്രാവിഡ ഭാഷയായ പർജിയിൽ ഉറി എന്ന സമാനാർത്ഥത്തിലുള്ള പദമുണ്ട് എന്നും ഐരാവതം മഹാദേവൻ കൂട്ടിച്ചേർത്തു. ഈജിപ്തിലെ ബൊറേനിക്കെ പോലുള്ള തുറമുഖ നഗരങ്ങളിൽ നേരത്തെയും തമിഴ് സാന്നിധ്യത്തിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്ത് നടത്തിയ ഖനനത്തിൽ AD 1-ാം നൂറ്റാണ്ടിലെ തമിഴ് ബ്രാഹ്മിയിലുള്ള 2 മൺപാത്ര ലിഖിതങ്ങൾ ലഭിച്ചിരുന്നു. ഈജിപ്തിലെ ചെങ്കടൽ തീരത്തുള്ള റോമൻ വാസസ്ഥലമായ ബൊറേനിക്കിൽ 1995-ൽ ഇതേ കാലഘട്ടത്തിലെ മറ്റൊരു തമിഴ് ബ്രാഹ്മി മൺപാത്ര ലിഖിതവും കണ്ടെത്തിയതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. റാമെസസ് 6-ാമന്റെ ശവകുടീരം ഉൾപ്പെടെ 6 ശവകുടീരങ്ങളിലായി തമിഴ് ബ്രാഹ്മിയിൽ ഉൾപ്പെടെയുള്ള ഏകദേശം 30 ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഇതിൽ 8 വ്യത്യസ്ത സ്ഥലങ്ങളിൽ സിക്കായ് കൊറാൻ എന്ന പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിക്കായ് കൊറാൻ വരാകാന്ത എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിക്കായ് കൊറാൻ വന്നു കണ്ടു എന്നാണ് ഇതിനർത്ഥമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ചെന്നൈയിൽ നടക്കുന്ന തമിഴ് എപ്പിഗ്രഫി അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ സ്വിസ് പ്രൊഫസർ ഇങ്കോ സ്ട്രോച്ചാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. പുതിയ കണ്ടെത്തലോടെ ഇന്ത്യൻ വ്യാപാരികൾ വെറും നാവികർ മാത്രമായിരുന്നില്ല എന്നും അവർ ഈജിപ്ഷ്യൻ ഉൾനാടുകളിലേക്ക് വരെ എത്തിയിരുന്നു എന്നും വ്യക്തമാണെന്ന് തമിഴ് എപ്പിഗ്രഫി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലിഖിതം മനസ്സിലാക്കുന്നതിൽ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരിയിലെ പ്രൊഫസർ Y. സുബ്രായലു, പുതുച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ K. രാജൻ, തഞ്ചാവൂർ തമിഴ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ V. സെൽവകുമാർ എന്നിവരുടെ സഹകരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.